ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തിട്ടെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ ആർമി ഓർഡിനൻസ് ക്രോപ്പിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ത്യൻ ആർമിയുടെ ആർമി ഓർഡിനൻസ് ക്രോപ്പിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.aocrecruitment.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റിലേക്ക് പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റും കാണാൻ സാധിക്കാം. ഇതാണ് ഇന്ത്യൻ ആർമിയുടെ AOC ആർമി ഓർഡിനൻസ് ക്രോപ്പിൻ്റെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ആർമി ഓർഡിനൻസ് ക്രോപ്പിൻ്റെ വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ടുമായിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർ നിർബന്ധമായിട്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിലേന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റും കാണാൻ സാധിക്കാം. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങളുടെ പേരാണ്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മിഡിൽ നെയിം അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ടിന് നൽകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അല്ലെങ്കിൽ തൊട്ട് സൈഡിലായിട്ട് ആ ഒരു പാസ്വേഡ് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. ഇത്ര കാര്യങ്ങൾ എൻ്റർ ചെയ്തപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഫില്ലാകുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് രജിസ്റ്റർ അല്ലെങ്കിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്കും ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്കും വന്നിട്ടുള്ള OTP ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ഒരു ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് വെരിഫൈ OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. അതായത് എൻ്റർ ലോഗിൻ നെയിം എന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും മുകളിലായിട്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു അല്ലെങ്കിൽ തൊട്ട് സൈഡിലായിട്ട് ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഡിക്ലറേഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം ഇത് ടിക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഫൈനലായിട്ടൊരു ഡിക്ലറേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ ടു ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്നത് അഡ്വർടൈസ്മെൻറ്റ് ഫോർ എന്നാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം തൊട്ട് താഴെ പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു പോസ്റ്റ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ജെൻഡർ, നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി, നാഷണാലിറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റും കാണാൻ സാധിക്കാം. അപ്പോൾ ഈ സെക്ഷനിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ നേരത്തെ എൻ്റർ ചെയ്യാത്ത കുറച്ച് ഡീറ്റെയിൽസ് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതായത് ആദ്യം നിങ്ങളുടെ റിലീജിയനാണ്. അപ്പോൾ നിങ്ങളുടെ റിലീജിയന്, മാരിജൽ സ്റ്റാറ്റസ്, ബോഡിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, നിങ്ങളുടെ ഡൊമിസൈൽ സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ആദ്യത്തെ പ്രൈമറി ഇൻഫർമേഷനിൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കറസ്പോണ്ടൻറ്റ് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ പെർമനൻറ്റ് അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഈ ഒരു സെക്ഷനിലെ എല്ലാ കാര്യങ്ങളും ഫിൽ ചെയ്ത ശേഷം മുകളിൽ വലത്തെ സൈഡിൽ സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തായിട്ട് തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് അഡീഷണൽ ഡീറ്റെയിൽസ് എന്നൊരു സെക്ഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റും കാണിക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം നിലവിൽ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഫയർമാന് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സെക്ഷനിൽ 10ാം ക്ലാസ് മാത്രം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലെ റോൾ നമ്പർ, സ്കൂൾ അല്ലെങ്കിൽ കോളേജ്, സ്റ്റേറ്റ്, ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, പാസിംഗ് ഇയർ, ടോട്ടൽ മാർക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത ശേഷം വലത്തെ സൈഡിൽ സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ സേവ് ആകുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അതർ ഡീറ്റെയിൽസ് എന്നൊരു സെക്ഷൻ കാണിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറി ഒഴികെയുള്ള കാറ്റഗറിയിലേക്കാണ്, അതായത് OBC, SC, ST കാറ്റഗറിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത ഓപ്ഷനായ അപ്ലോഡിംഗ് ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങളുടെ ഫോട്ടോ, അതായത് ലൈവ് ഫോട്ടോയാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ, ID കാർഡ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം തൊട്ടടുത്തായിട്ട് തന്നെ സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് വരുന്നത് ഡിക്ലറേഷനാണ്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് ഡിക്ലറേഷൻസ് ആണ്. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ എക്സാം സിറ്റിയും അതുപോലെ തന്നെ പ്രിഫേർഡ് ലൊക്കേഷൻ ഫോർ എംപ്ലോയ്മെൻറ്റ്, ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഡിക്ലറേഷൻ്റെ 2 ബോക്സ് കാണിക്കുന്നതാണ്. അത് രണ്ടിലും ടിക്ക് ചെയ്ത് നിങ്ങളുടെ പ്ലേസും എൻ്റർ ചെയ്ത് ആ ഒരു ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ഈ സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതല്ല എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇങ്ങനെയാണ് 2024 ഇന്ത്യൻ ആർമിയുടെ AOC ആർമി ഓർഡിനൻസ് ക്രോപ്പിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര വേഗം ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.